സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് പദ്ധതിയുടെ പട്ടികയിൽ പൊന്നാനി നഗരസഭയും വിനോദ സഞ്ചാരികളുടെ ആകർഷക കേന്ദ്രമായ നിളയോര പാതയിൽ പദ്ധതി നടപ്പിലാക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഐക്യകണ്ഠേന തീരുമാനമായി. വിനോദസഞ്ചാരികളുടെ ആകർഷക കേന്ദ്രമായ നിളയോര പാതയിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഐക്യകണ്ഠേന തീരുമാനമായി. വിനോദസഞ്ചാര കേന്ദ്രമായ നിളയോര പാതയെ പ്രത്യേക ഭക്ഷണ വെൻഡിംഗ് സോൺ ആയി മാറ്റുന്നതിന് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ PM സ്വാനിധി പദ്ധതിയുടെ ബീച്ച് ഫുഡ് സ്ട്രീറ്റ് പദ്ധതിയിലാണ് പൊന്നാനി നഗരസഭ ഇടം നേടിയത്. പൊന്നാനിക്ക് പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, കൊച്ചി, കണ്ണൂർ, തൃശൂർ കോർപ്പറേഷനുകളും പാലക്കാട് എന്നീ നഗരസഭകളുമാണ് ഈ പദ്ധതി പട്ടികയിൽ ഇടം നേടിയ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഈ പദ്ധതിയിലൂടെ PM സ്വാനിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലവിൽ നിയമപരമായ സംരക്ഷണമില്ലാതെ കച്ചവടം നടത്തുന്ന 60-ലധികം പരമ്പരാഗത കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനാണ് നഗരസഭയുടെ നീക്കം. 50 ഫുഡ് കിയോസ്കുകൾക്കുള്ള 4 കോടി സാമ്പത്തിക സഹായം ലഭ്യമാക്കും. പൊന്നാനി നിളയോര പാതയെ മികച്ച ടൂറിസം ഫുഡ് സ്ട്രീറ്റ് ആക്കാൻ ഈ പദ്ധതി ഒട്ടേറെ ഗുണം ചെയ്യും. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ 1109/F/2026 KSHO നമ്പർ കത്ത് പ്രകാരം പൊന്നാനി നഗരസഭാ കൗൺസിൽ ഐക്യകണ്ഠേന പദ്ധതിക്ക് അംഗീകാരം നൽകി. ജൂൺ 30-ന് പദ്ധതിയുടെ DPR സമർപ്പിക്കും. മലപ്പുറം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ നിളയോര പാതയിൽ ദിവസേന 1000-ലധികം പേർ എത്തുന്നുണ്ട്. മികച്ച ഗുണനിലവാരത്തിലുള്ള പൊന്നാനി തനത് പലഹാരങ്ങളുടെയും മത്സ്യവിഭവങ്ങളുടെയും വിപണന സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ഈ പദ്ധതി സഹായകമാകും. സർവേ നടത്തിയ എല്ലാ കച്ചവടക്കാർക്കും സെക്ഷൻ 3/3 പ്രകാരം വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് നൽകും. ഭക്ഷണശാലകൾ വഴി ടൂറിസം വരുമാനം കൂടുന്നതിനും കച്ചവടക്കാരുടെ ഉപജീവനം സുരക്ഷിതമാക്കുന്നതിനും സാധിക്കും. PM സ്വാനിധി സാങ്കേതിക സഹായത്തോടെ 2 ക്ലസ്റ്ററുകളായി 75 സെന്റ് സ്ഥലത്ത് 50-ലധികം ആധുനിക സ്റ്റാളുകൾ ഉൾപ്പെടുത്തുന്ന ഫുഡ് ഹബ്ബാണ് വിഭാവനം ചെയ്യുന്നത്. നിളയോര പാതയിൽ പ്രത്യേക ഭക്ഷണ വെൻഡിംഗ് സോണായി മാറ്റുന്നതിന് കേന്ദ്ര ഭവനകാര്യ മന്ത്രാലയത്തിൻ്റെ 4 കോടി രൂപ അനുവദിച്ചുകൊണ്ടൊരു ഫുഡ് സ്ട്രീറ്റ് ഹബ്ബായി മാറുന്നതിന് സ്ഥലം വന്നു നോക്കി അതിനുള്ള കാര്യങ്ങൾ നമ്മൾ കൂടിയാലോചനയുമായി ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായി. അതിൽ 50 ഫുഡ് ഹബ്ബുകളായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. PM സ്വാനിധിയിൽ രജിസ്റ്റർ ചെയ്ത ആളുകളും അതിൽ പരിശീലനം കിട്ടിയവരുമാണ് ഈ ഫുഡ് സ്ട്രീറ്റിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. നിളയോര പാതയിൽ അനധികൃതമായി കച്ചവടം ചെയ്യുന്നവർക്ക് ഇതൊരാശ്വാസമാകുമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. അവർക്ക് ഈ PM സ്വാനിധിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പരിശീലനവും ലഭിക്കുകയാണെങ്കിൽ അവരെ ഇതിലേക്ക് മാറ്റുന്നതിന് കൂടി ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.